485-ന് 2018 വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ എമൈസ് പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡെയിലി 26 രൂപ EMI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ് കൊണ്ടുപോകാൻ 16 മോഡൽ എത്ര ഓടിപ്പോൾ? 56,000 കിലോമീറ്റർ. പെട്രോളാ? പെട്രോൾ വണ്ടി. ഓക്കെ, എല്ലാം ഷോറൂം സർവീസാണ്. എത്ര കൊടുക്കാത്? നമുക്കിത് 310 ചെയ്യുന്നത്. 310 ചെറിയ രീതിയിൽ പണി കൊടുക്കാം. സ്പോർട്സിൽ പുഷ് ബട്ടൺ വരുന്ന സ്പോർട്സ് ആട്ടോ. വളരെ ലോ കിലോമീറ്റർ. നമുക്ക് ജെനുവിൻ പറയാം. ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അല്ല, ലേഡി ഉപയോഗിച്ച വാഹനമാണ്. നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് കമ്പനി സർവീസ് ഒക്കെ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിൽ കണ്ട നിങ്ങൾ ഒരു റെഡ് വണ്ടി, വൈറ്റ് ഇങ്ങനെ ഓർഡറിൽ നിരത്തിയിട്ടേക്കാണ്. അതിൽ തന്നെ എനിക്കൊന്ന് ഒരു 6-7 ഹ്യുണ്ടായിയുടെ കാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഷോറൂം ക്ലബ് സി ഓട്ടോമോട്ടീവ് ആണ്. കോഴിക്കോട് വെള്ളിപറമ്പാണ് ലൊക്കേഷൻ വരുന്നത്, മീഡിയ വൺ ചാനലിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പോൾ എന്താണ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ എന്നൊക്കെ ചോദിച്ചറിയാൻ നമുക്കിതാ സനൂപിനെ സ്വാഗതം ചെയ്യാം. സനൂപെ, സ്വാഗതം. സുഖല്ലേ? ഓക്കെ. അപ്പോൾ എന്താ ഈ റെഡ് വൈറ്റ് ഇങ്ങനെ ജസ്റ്റ് വെച്ചാണ്, ഒരു മിക്സ് ചെയ്തൊക്കെ വെച്ചാണ്. അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ എന്താ പറയാ, ചെറിയ ഇയോൺ മുതൽ വെർണ വരെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സീരീസിൽ. ഉണ്ടായി കൂടുതൽ. ഓക്കെ. വേറെ ഇല്ല ബ്രാൻഡ്? മാരുതി ഉണ്ട്, ഉണ്ടായി ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ. ഇത് കറക്റ്റ് റൂട്ട് വരുന്നത് വെച്ചാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാവൂരിലേക്ക് പോകുന്ന റൂട്ടിലാണ് വരിക. വെള്ളിപറമ്പ് മീഡിയ വൺ ചാനലിൻ്റെ ഓഫീസ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ക്ലബ് സി ഓട്ടോമോട്ടീവ്. ഓക്കെ. അപ്പോൾ എന്തായാലും സ്റ്റോക്ക് നമുക്ക് കാണാം. ഇതിൽ തന്നെ ഫുൾ ലോൺ കാറുകളുണ്ട്. മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ് നമ്മൾ ഈ വട്ടം കൊടുക്കുന്നത്. ഓക്കെ. എന്തായാലും അധികം ന്യൂ ഷേപ്പ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലീൻ വാഹനങ്ങൾ. ഓക്കെ. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഹ്യുണ്ടായുടെ i10 ഗ്രാൻഡ് ആണ്. KL9 പാലക്കാട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാ ഡീറ്റെയിൽസ് അനുഭവം? 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് വരും. 2 എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, 2 എയർ ബാഗ് എല്ലാം വരും. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും. അലോയ്സ് ഉണ്ടാവില്ല, ഡിഫോഗർ അങ്ങനത്തെ ഉണ്ടാവില്ല. എത്ര കിലോമീറ്റർ ഓടി? 40,000 കിലോമീറ്റർ. സിംഗിൾ യൂസ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല. വലിയൊരു ഓട്ടമല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? ഒരു ക്ലെയിം ഇല്ലാത്ത വണ്ടിയാണ്. ഇനി വണ്ടി എടുത്താൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. 13 to 16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്നൊരു സെഗ്മെന്റ് ആണ് i10 ഗ്രാൻഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ വണ്ടിയാണ് അല്ലേ? കൊടുക്കുന്ന വണ്ടികൾ നമ്മളെ ഒരു മെയിൻ സ്റ്റോക്ക് ആണ് ഇത്. ഡാറ്റ്സൺ ഗോ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റോക്ക് ആണ് അല്ലേ? സ്റ്റോക്ക് കുറവാണ്. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിപ്പോ എത്ര കൊടുക്കാം? നമുക്ക് 380 കൊടുക്കാം. 3,80,000. പ്രൈസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? ചെറിയ രീതിയിൽ അതെങ്ങനെയായാലും ഉണ്ടാവുമല്ലോ. ചെറിയ രീതിയിൽ ചെയ്യേണ്ടി വന്നാൽ എന്താ ഒരു കുറച്ച് കൊടുക്കണമല്ലോ അല്ലേ നമ്മള്? ഓക്കെ. 3,80,000 രൂപ. 2018 40,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് 2018 മാഗ്ന i10 ഗ്രാൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിലൊരു 3.5 ലോൺ ചെയ്ത് കൊടുക്കട്ടോ. 350 ലോൺ കിട്ടും. അങ്ങനെയാണ് 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അടുത്തത് ഹ്യുണ്ടായുടെ ഇയോൺ ആണ്. ഹ്യുണ്ടായുടെ ഒരു സ്റ്റാർട്ടിംഗ് വണ്ടി, KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽസ് അനുവേ? 2016 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. 30,000 കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ ആണ്. നമുക്ക് ജെനുവിൻ പറയാം. ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അല്ല, ലേഡി ഉപയോഗിച്ച വാഹനമാണ്. നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് കമ്പനി സർവീസ് ഒക്കെ ഉണ്ട്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത് 2016, വെറും 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 2.10 ആസ്ക് ചെയ്യണത്. 2.10. 2016 വണ്ടിയാണ്, ലോ കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. നല്ല ക്വാളിറ്റി ഉള്ള വെഹിക്കിൾ കേട്ടോ. ഫുൾ ലോൺ വരുമോ? ഫുൾ ലോൺ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഒരു 14 to 17 വരെ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി കിട്ടും. അടുത്തതാ മാരുതി സുസുക്കിയുടെ ആൾട്ടോ 800, ഒരു വൈറ്റ് കളർ വണ്ടിയാണ്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ലയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡല്. ഓക്കെ. 22 രജിസ്റ്റർ ചെയ്ത 40,000 കിലോമീറ്റർ, സിംഗിൾ ഓൺ. ഓക്കെ. 21 മോഡൽ, 22 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 15 വർഷമാണ് കണക്ക് കൂട്ടുക രജിസ്ട്രേഷൻ വെച്ചിട്ട്. ഓക്കെ. എത്ര കിലോമീറ്റർ പറഞ്ഞേ? 40,000 കിലോമീറ്റർ. 40,000. ഓക്കെ. ടയേഴ്സ് ഒക്കെ ആവറേജ് ഉള്ളൂ. 40,000 ഓടിയേണ്ട ഇതുണ്ട് അല്ലേ? ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരത്തെ കണ്ട ഇയോണിലൊന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഇതൊക്കെയാണെങ്കിൽ ലോ മെയിൻ്റനൻസിലല്ലേ? നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ഒരു 18-19 റേഞ്ച് മൈലേജ് കിട്ടും. ഈ വണ്ടി നിർത്തിയതിന് ശേഷം കുറച്ച് മാർക്കറ്റ് കൂടുകയും ചെയ്തിട്ടുണ്ട്. അത് ശരി. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ 380.
380 അല്ലേ? 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ, 40,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി 380 ആണ്. 330 to 3.5 വരെ നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 10-30,000 അല്ലെങ്കിൽ 50,000 രൂപ വേണ്ട ഇറക്കാൻ പറ്റും. ഇതിന് ഇനി കസ്റ്റമർക്ക് വണ്ടി എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് ഏതാ LXI? VXI. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ ഒരു അപാകതകളൊന്നുമില്ല. വില എന്തായാലും നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ അടുത്ത വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു റെഡ് കളർ i20 ആണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല തന്നെ. ഇപ്പോൾ കണ്ട എല്ലാം കോഴിക്കോട് ജില്ലയാണല്ലോ. ഇനി വരാനുള്ളത് ഇല്ല, മൊത്തം ഓൾമോസ്റ്റ് ഉണ്ടാവില്ലേ? കോഴിക്കോട് വരാനുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2020 മോഡല് i20 സ്പോർട്സ് പ്ലസിലോട്ട് പോകുമ്പോൾ അലോയ്സ് വരും അല്ലേ? 20 മോഡൽ. ഓക്കെ, അലോയ്സ് വരും. ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഡിഫോഗർ ഉണ്ടാവും, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. ഡിഫോഗർ ഇല്ലല്ലോ. ഓക്കെ, ബാക്കി ഓട്ടം 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 83,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയറൊക്കെ ആവറേജ് ഉള്ളൂ. ടയർ ആവറേജ് പെട്രോൾ 2018 സ്പോർട്സ് പ്ലസ് പെട്രോൾ, 83,000, സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ് ഇല്ല. ക്ലെയിം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപെയിന്റ് അങ്ങനെ കാര്യമുണ്ടോ? റീപെയിന്റ് ഉണ്ട്. ബോഡിയിലേക്കൊന്നും കയറിയിട്ടില്ലല്ലോ. ബോഡിയിലേക്കൊന്നുമില്ല, ചെറിയത് എന്തായാലും ഉണ്ട്. ഓക്കെ, ചെറിയ ടച്ചപ്പ് ഉണ്ട്, അത്രയേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 2020 സ്പോർട്സ് പ്ലസ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? നമുക്ക് 6 lakh ചോദിക്കുന്നുണ്ട്. നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഫൈനൽ പറയാൻ പറ്റുമോ? കസ്റ്റമർ വന്നിട്ട് ഓക്കെ, ആയിക്കോട്ടെ. 6 ലക്ഷം ചോദ്യം. എന്തായാലും അത് ഫംഗ്ഷനൊക്കെ വർക്കിംഗ് അല്ലേ? AC കാര്യങ്ങൾ അങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ, എല്ലാം പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, കസ്റ്റമർ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇനി നമ്മളായിട്ട് ചെയ്ത് കൊടുക്കാൻ ഒരു ടയർ കുറവുണ്ട്. ടയർ ആവറേജേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം. നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, 6 lakh ആണ് ആസ്കിങ് വരുന്നത്. 2020 വണ്ടിയാണ്. 20 അല്ല 18 അല്ലേ? 20, സോറി, 2020 വണ്ടിയാണ്, സ്പോർട്സ് പ്ലസ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ്. അപ്പോൾ ലോൺ എത്ര കയറിയില്ലേ? നമുക്കൊരു 5.5-5.60 കിലോ കിട്ടും. 60 വരെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു 40,000 50,000 കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ, ഇതാ വീണ്ടും വൈറ്റ് കളറിലേക്ക് വന്നു. KL11 രജിസ്ട്രേഷൻ വരുന്ന i20 ആണ്, കോഴിക്കോട് തന്നെ. കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 സ്പോർട്സ് ആണ്. 17 അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ അലോയ്സും കാര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 83,000-84,000 കിലോമീറ്റർ. സെയിം രണ്ടും ഒരേ കിലോമീറ്റർ അല്ലേ? ഓക്കെ, പക്ഷേ ഇതിനെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ ആണ്. വർഷം സംബന്ധിച്ച് അതിനെ അപേക്ഷിച്ച് കുറവ്. ആവറേജ് ഒരു 10,000 പെർ ഇയർ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. വേറെ എന്തെങ്കിലും ക്ലെയിം? മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല. പക്ഷേ ഗ്ലാസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഗ്ലാസ് മാത്രം? ബോണറ്റ്, ഫെൻഡർ ഒന്നും അടി വന്നില്ലല്ലോ? ഒന്നുമില്ല, ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. അത് ഹിസ്റ്ററിയുണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം. i20യുടെ മൈലേജ് ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു 12 to 15 വരെയൊക്കെ ഏകദേശം മൈലേജ് കണ്ടായി. 11 to 15 അത്രയും പറഞ്ഞാൽ മതി. എത്ര കൊടുക്കാം നമുക്കിത്? നമ്മൾ 4.40 ആസ്ക് ചെയ്യുന്നത്. നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഫുൾ ഓൺ ആയി കൊടുക്കാം. ഓക്കെ, 2017 സ്പോർട്സ് ആണ്. 4.40, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഒരു ക്ലെയിമും ഇല്ല. ഈ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഫുൾ ഓണിൽ കൊണ്ടുപോകും. അടുത്ത വണ്ടിയിലുണ്ട്. ഇതാ വീണ്ടും i20 തന്നെ റെഡ് കളറിലേക്ക് എത്തി. വീണ്ടും വൈറ്റ് മാറി. KL50 പട്ടാമ്പി അല്ലേ? പാലക്കാട് ജില്ലയിലേക്ക് പോയി, കോഴിക്കോട് വിട്ടിട്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 മോഡല് പെട്രോൾ ആസ്റ്റ ഓപ്ഷനിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്. അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ എയർ ബാഗ് 6 ഉണ്ടാവും. ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും, പുഷ് ബട്ടൺ അലോയ്സും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. 16 മോഡൽ. എത്ര ഓടി ഇപ്പോൾ? 56,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടി. ഓക്കെ, എല്ലാം ഷോറൂം സർവീസ് ആണ്. ഫുൾ ഉണ്ടല്ലേ? ഫുൾ സർവീസ് ഉണ്ട്. 56,000. ആക്സിഡന്റ് ക്ലെയിമുകളോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് എടുത്താൽ നേരിട്ട് ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്നത്. 2016 ലോ കിലോമീറ്റർ പെട്രോൾ i20 ആണ്. ആസ്റ്റ ഓപ്ഷൻ വരുന്ന വാഹനം. പുഷ് ബട്ടൺ ഒന്നും കംപ്ലൈൻറ്റ് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഫൈൻ നെറ്റ് പറയാം കേട്ടോ. നെറ്റ് റേറ്റ് നമുക്ക് 4.85 കൊടുക്കാം. 4,85,000. 2016 ആസ്റ്റയാണ്. ലോ കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി സർവീസ് ഫുള്ള് പോയ വണ്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 11 to 15 ഇടയിൽ മൈലേജ് ഇത്രയും പ്രതീക്ഷിക്കാം. ഓക്കെ, ലോൺ എത്ര കയറും? ലോണ് 4.5 റേഞ്ചിൽ വരെ കയറും. 4.5 വരെ കയറാൻ ചാൻസ് ഉണ്ട് അല്ലേ? 5 years ഒക്കെ കിട്ടും. ഇനി 5 വർഷം കിട്ടും. 5 വർഷത്തേക്ക് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഡീസൽ വാഹനമാണ്. ഹ്യുണ്ടായുടെ വെർണയാണ്. റെഡ് കഴിഞ്ഞ് അടുത്തൊരു വൈറ്റ് കളർ തന്നെ വീണ്ടും. കോഴിക്കോട് KL11 രജിസ്ട്രേഷൻ, ഡീസൽ വെർണ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2012 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്.
ഷോറൂം സർവീസുള്ള വാഹനമാണ്. പ്രോപ്പർ ഉണ്ട്. ഷോറൂം സർവീസ് 1,20,000 സിംഗിൾ ഓണറെ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിമുകളൊന്നുമില്ല. ഒന്നുമില്ല. ഏതേത് ഓപ്ഷൻ? ഇത് 1.4 EX ആണ്. 4 EX അല്ലേ? 1.4 EX എന്ന് പറയുമ്പോൾ 1.6 SX ഓപ്ഷൻ വരും. എന്തൊക്കെ വരുന്നുണ്ട് ഇതിൽ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോക്ലൈമറ്റ് AC, എയർ ബാഗ്, സ്റ്റീരിയോ, ഓക്കെ, എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. എയർ ബാഗ്, ഡിഫോഗറും ഉണ്ട് അല്ലേ? ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കുറവുണ്ടാവുള്ളൂ. അലോയ് വീൽസ് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ ടോപ്പിലൊക്കെ പോകുമ്പോൾ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇതിൽ വരില്ല. 2012 വാഹനമാണ്. ഡീസൽ 1.4 ആകുമ്പോൾ കുറച്ചുകൂടി മൈലേജ് കിട്ടും. എനിക്ക് 20ൻ്റെ അടുത്ത് തന്നെ കിട്ടും. സിംഗിൾ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 330 ആസ്ക് ചെയ്യുന്നുണ്ട്. 330 കുറച്ച് കൊടുക്കാമല്ലോ. ഫുൾ ഓൺ കിട്ടുമോ? ഫുൾ ഓൺ. ഓക്കെ. അടുത്ത വണ്ടി നോക്കും. വൈറ്റ് മാറി വീണ്ടും റെഡ് തന്നെ. അത് റിനോൾ ക്വിഡാണ്. KL 2 കൊല്ലം വണ്ടി റിനോ ക്വിഡ്. ഒറ്റ കാര്യം, ഞാൻ കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ക്വിഡ് കണ്ടത്. അതെന്തുകൊണ്ടായിരിക്കും? കൊല്ലത്തുള്ള ഏറ്റവും കൂടുതൽ ക്വിഡ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ കോഴിക്കോടായിരിക്കും. അതെ, കണ്ടത് കോഴിക്കോടാണ്. പക്ഷേ നമ്മൾ തന്നെ ഒന്ന് നേരിട്ട് പോയി എടുത്തിട്ടുണ്ടല്ലേ കൊല്ലത്തുനിന്ന്. അപ്പോൾ ക്വിഡ് ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയാണ്. KL 2 ആണ്. എന്തുകൊണ്ടാണ് കൊല്ലംകാരനൊന്ന് കമൻറ്റ്? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 മോഡൽ ഓട്ടോമാറ്റിക് ആണ്. 19 ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വാഹനം. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഏതാ? ഫുൾ ഓപ്ഷൻ. ഓട്ടോമാറ്റിക്. ഓക്കെ. RST ഓപ്ഷൻ അല്ല? ഓക്കെ. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. മേജർ ക്ലെയിമുകളൊന്നുമില്ല. ഓക്കെ. 1000 cc എഞ്ചിനാണ് വരിക. മൈലേജ് ഒരു 16 to 19 വരെയൊക്കെ ഏവറേജ് മൈലേജ് കണക്കാക്കാൻ പറ്റും. MT ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക ഇത്? നമുക്ക് ഓഫർ ആയിട്ട് ഫൈനലി കൊടുക്കാം. നമുക്ക് 330 കൊടുക്കാം. 330-ന് 2019 ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പ്രോപ്പർ കമ്പനി സർവീസ്. പ്രോപ്പർ സർവീസ്. നിലവിൽ ഒരു അപാകതയില്ല. ഓക്കെ. ലോൺ എത്ര കിട്ടുമല്ലേ? ലോൺ നമുക്കൊരു 320, 330 ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ വരെ ശ്രമിക്കാം. അത് നിങ്ങളുടെ ട്രാക്ക് കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം വരും അല്ലേ? എല്ലാവരും ഒന്ന് വിളിച്ച് കൺഫേം ചെയ്ത് വരും വണ്ടിനെ പറ്റിയിട്ട് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടിയിലുണ്ട്. അങ്ങനെ നമ്മൾ ഹ്യുണ്ടായൊക്കെ മാറി ഹോണ്ടയിലേക്ക് വന്നു. അതും ഒരു വൈറ്റ് കളറാണ്. റെഡ് നേരെ വൈറ്റിലെത്തി. KL 2 രജിസ്ട്രേഷൻ കൊല്ലം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ അമേസ് പെട്രോൾ V ഓപ്ഷൻ. 18-ലെ V അന്ന് ടോപ്പുണ്ട്. ഓക്കെ. അന്നത്തെ ടോപ്പൻ്റാണ്. ഓക്കെ. 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയുള്ളൂ. പെട്രോളാണ്. ഒരു 12 to 15, 16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. കോമ്പാക്ട് സെഡാൻ കാറ്റഗറി. എന്തെങ്കിലും ക്ലെയിം കാര്യങ്ങൾ? മെയിൻ ഗ്ലാസ് ഒരു മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റൈറ്റ് സൈഡിൽ ഫെൻഡർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. റീപെയിന്റ് ആയിട്ടുണ്ട്. ഓക്കെ. ബമ്പർ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ബമ്പർ, റൈറ്റ് സൈഡ്, ഫെൻഡർ, മെയിൻ ഗ്ലാസ് മൂന്നും ഒരുമിച്ച് സംഭവിച്ചത്? അല്ലെങ്കിൽ അത് ഒരുമിച്ച് മാറിയതല്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പല ഡേറ്റിലാണ് പെയിന്റ് അടിച്ചതാണ്. ഓക്കെ. പെയിന്റ് അടിച്ചതാണ് അല്ലേ? ഇതൊന്നും മാറിയിട്ടില്ല. ഓക്കെ. ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. മെക്കാനിക്കലി ബാക്കി എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്, ഫിറ്റ് ആണ്. ഇത് ശരിക്കും മെക്കാനിക്കൽ എന്ന് പറയാം അങ്ങനെ എടുത്ത് പറയത്തക്ക പ്രശ്നമൊന്നും ഇല്ല. നല്ലൊരു വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഹോണ്ടയാണ്. മെക്കാനിക്കൽ പണിയൊന്നും അങ്ങനെ വരാൻ വളരെ ചാൻസ് കുറവാണ്. അത്രയും റഫ്യൂസ് ഒക്കെ ചെയ്ത് നോക്കാതൊക്കെ ഇട്ടാൽ എന്തെങ്കിലും പണി വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഇന്റീരിയർ ഭാഗം കുറച്ച് മോശമാണ്. വൃത്തികേടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് കമ്പനി സീറ്റ് കവറാണ്. ഓക്കെ. അതിൽ നമ്മളെന്താ പറയുക, പിള്ളേരുള്ള വണ്ടി അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കസ്റ്റമർ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമുക്കത് വേണമെങ്കിൽ സീറ്റ് കവർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ 2018 ഫുൾ ഓപ്ഷൻ V ആണ്. എയർ ബാഗ്, ഡിഫോഗർ, അങ്ങനത്തെ അലോയ്സ് എല്ലാം വരുന്ന ഓപ്ഷനാണ്. മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് എത്ര കൊടുക്കാം നമുക്കിത് ഒരു ഓഫർ റേറ്റ് കൊടുക്കാം. എത്രക്ക്? നമുക്കിത് ഫൈനലായിട്ട് ഒരു 4,85,000 രൂപയ്ക്ക് കൊടുക്കാം. 485-ന് 2018 V ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അമേസ് പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഡീലർമാർക്ക് വണ്ടി കൊടുക്കൂല. സിംഗിൾ ഓണർഷിപ്പ്. ഡയറക്റ്റ് RC മാറിയിട്ട് കൊടുക്കാം. പാർട്ടിക്ക് കൊടുക്കും. ഓക്കെ. പാർട്ടിക്കേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. ഒന്നും നോക്കണ്ട. 2018 ഫുൾ ഓപ്ഷൻ അമേസ് പെട്രോൾ 485-ന് കൊണ്ടുപോകാം. ഫുൾ ലോണും കിട്ടും. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത നിസാൻ മൈക്രയാണ്. KL 57 രജിസ്ട്രേഷൻ വാഹനം. വീണ്ടും നമ്മൾ റെഡിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു വല്ലാത്ത കളർ കോമ്പിനേഷൻ. അതെ. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് മൈക്ര. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2010 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 1,00,000 കിലോമീറ്റർ ഷോറൂം സർവീസ്. പെട്രോൾ വണ്ടി. ഓക്കെ. 1 lakh ഫുൾ ഓപ്ഷൻ വണ്ടി. XP ആണ്. XP. പുഷ് ബട്ടൺ ഉണ്ടോ? പുഷ് ബട്ടൺ ഉണ്ട്. ഉണ്ടല്ല. ഓക്കെ. എല്ലാം വർക്കിംഗ് അല്ല? പ്രോപ്പർ വർക്കിംഗ്, ഒരു പ്രശ്നമില്ല. ഓക്കെ. 2010 മോഡൽ. ഇപ്പോൾ 25-ലെ പേപ്പർ 10ാം മാസം പേപ്പർ എടുക്കണം. റിന്യൂവൽ എടുക്കണം. 10ാം മാസം. എത്ര കാണ്ടി വരും? 10-15,000 16 രൂപ വരും.
16,000 ഏകദേശം കാണേണ്ടി വരും. പേപ്പർ എടുക്കുകയാണെങ്കിൽ 10-ാം മാസമാണ്, ഒക്ടോബറിലാണ് വരുന്നത്. 16 പറയുമ്പോൾ 10,000 രൂപ ടാക്സ് വരുള്ളൂ. പിന്നെ ഞാൻ എല്ലാം ഒരു 6,000 രൂപ അഡീഷണൽ പറഞ്ഞാണ്. ഓക്കെ, എന്തായാലും നോക്കാം. വേറെ കാര്യമായിട്ടുള്ള പെയിന്റിങ് അങ്ങനെ ചെയ്യാനൊന്നും അതിനെ കൂടെ കൂട്ടിയിട്ടാണ് പറഞ്ഞത്. അത്രയും കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇത് എത്ര കൊടുക്കാം നമുക്കിത് 130 കൊടുക്കാം. 1,30,000. പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം. XV ആണ് 2010 ഏറ്റവും ടോപ്പിന്റെ XV മൈക്രയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു അടിപൊളി പവർഫുൾ വാഹനമാണ്. നല്ല ടയേഴ്സ് ആണ് കേട്ടോ. 4 പുത്തൻ ടയർ 1000 കിലോമീറ്റർ ഓടിച്ചിട്ടില്ല. ഓക്കെ, ഒന്നും ചെയ്യാനില്ല അല്ലേ? പാർട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. റിന്യൂവൽ ചെയ്യാൻ ഈ ഒരു 10-16,000 മാക്സിമം കണ്ടോ. മെക്കാനിക്കൽ എല്ലാം ഫിറ്റ് ആട്ടോ. ഒരു വർഷത്തെ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇലക്ട്രിക്കൽ വൈസ് എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അടുത്തോണ്ട് ഇതാ വീണ്ടും റെഡിന്ന് വൈറ്റിലേക്കാണ്. സ്വിഫ്റ്റ് ആണ്, KL 41 ആലുവ രജിസ്ട്രേഷൻ. ഫസ്റ്റ് ടൈപ്പാണ് സ്വിഫ്റ്റിൻ്റെ അല്ലേ? 2011 മോഡല്. VXC ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. 2011 കിലോമീറ്റർ 93,000 കിലോമീറ്റർ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. 93,000 ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയാൻ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. മെക്കാനിക്കലി ഫിറ്റ് ആണ്. ഇത് ഒരു പാർക്കിംഗ് സെയിൽ ആണ്. പാർക്കിംഗ് സെയിലാ? ഓക്കെ, എന്തായാലും വണ്ടി നോക്കിയല്ലേ? മെക്കാനിക്കലും ബാക്കി ക്ലെയിമും കാര്യമൊക്കെ നോക്കിയല്ലേ? റീപ്ലേസ്മെന്റ് ഒക്കെ 4th ഓണർഷിപ്പ് ആണ്. അതാണ് ഇതിന്റെ ഒരു അപാകത. 4ാമത്തെ ഓണറായി. 5ാമത്തേലേക്ക് ലോണൊക്കെ പോകുമ്പോൾ പ്രയാസം. ലോൺ കിട്ടും. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, 2011 VXI AC പവർ സ്റ്റിയറിംഗ് 4 ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ. അതിൽ എല്ലാം വർക്കിംഗ് അല്ലേ? AC കാര്യങ്ങളൊക്കെ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? 180 ആസ്ക് ചെയ്യുന്നുണ്ട്. 180 അല്ലേ? 2011 4th ഓണർഷിപ്പ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരോട് സംസാരിച്ച് റെഡി കൊടുക്കാം. ഓക്കെ, എന്തായാലും ചോദിച്ചു നോക്കാം. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചോളൂ, നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. 4th ഓണറായിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ കളർ കോമ്പിനേഷൻ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ബ്ലൂ കളർ ബലേനോ. അടുത്തത് KL 4 ആലപ്പുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷൻ ആണ്. പക്ഷേ ബേസിക് പവർ വിൻഡോസും എല്ലാം ഉണ്ടാവും. സ്റ്റീരിയോ അങ്ങനത്തെ അതിലുണ്ട്. ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ ബാക്കി. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. 18 അല്ലേ പറഞ്ഞത്? 17 ഡെൽറ്റയാണ്. 70,000 കിലോമീറ്റർ അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഒരു ക്ലെയിമുകളൊന്നുമില്ല. നല്ലൊരു അടിപൊളി കളറാണ്. എല്ലാം ഷോറൂം സർവീസ് ആണ്. പ്രോപ്പർ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ബലേനോ പൊതുവെ എങ്ങനെ മൈലേജ് ഒരു 18 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. കിട്ടും. അത്രയും കിട്ടും. മാരുതി വണ്ടിയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, ഒരു 14 to 18 പ്രതീക്ഷിച്ചോ? അറേഞ്ച് പ്രതീക്ഷിച്ചോ? എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നമുക്കിത് ഫൈനൽ 5 ലക്ഷം കൊടുക്കാം. 5 ലക്ഷം. ഓക്കെ, 17 ഡെൽറ്റയാണ്. 5 lakhsന് നിങ്ങൾക്ക് മാക്സിമം 95% ലോൺ ചെയ്ത് കൊടുക്കാം. 95% ലോൺ കിട്ടും. ഓക്കെ, വേറെ ഒന്നുമില്ല. ക്ലെയിമുകളൊന്നുമില്ല. നല്ല ഒരു കസ്റ്റമർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. ബാക്കി എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഡെയിലി 26 രൂപ EMI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ് കൊണ്ടുപോകാൻ ഞാൻ പറയില്ല. പുറകിലൊരു പരസ്യമുണ്ട്, S24 അൾട്രാ ഫോൺ. അതുപോലെ കൊണ്ടുപോകാം. ഞാനും പെട്ടെന്ന് ഇത് മൈക്രയാണ്. അടുത്ത വാഹനം KL 13 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ മൈക്ര XL. നേരത്തെ നമ്മൾ കണ്ടത് ആക്റ്റീവ് ആയിരുന്നു അല്ലേ? അത് ആക്റ്റീവ് ആയിരുന്നു. ഇത് മൈക്രയാണ്. ആ ഷേപ്പിൽ ചെറിയ മാറ്റം ഉണ്ടാവും. ഞാൻ പറയാൻ വിട്ടുപോയത്. ഓക്കെ, 15 അല്ലേ പറഞ്ഞത്? 15. ഓട്ടോ എത്ര? ഇത് 70,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടി തന്നെ. 1.2 പെട്രോൾ. കാര്യമായ മെയിൻ്റനൻസ് ഒന്നും വരില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. രണ്ട് ടോപ്പ് എന്നാ XL മിഡിലാണ്. പുഷ് ബട്ടൺ ഉണ്ടാവില്ല, പക്ഷേ ബാക്കി വരുന്നുണ്ട്. 15. ഓക്കെ, പുഷ് ബട്ടൺ വരുന്നുണ്ടല്ലേ? ബാക്കി എല്ലാ ഫീച്ചേഴ്സ് 12 പുഷ് ബട്ടൺ ഉണ്ടായിരുന്നു. 15 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല അല്ലേ? നല്ലൊരു വണ്ടി. ഒരു 12-15 ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വാഹനം തന്നെയാണ്. അപ്പോൾ 2,65,000 2,65,000. 2015 XL മൈക്രയാണ്. പെട്രോൾ വണ്ടി. 2,65 ചോദിക്കുന്നു. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 2,30 അറേഞ്ച് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത ഇയോണാണ്. ഗ്രേ കളറാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെയാണ് സാർ ഡീറ്റെയിൽ? 13 മാഗ്ന പ്ലസ് ആണ്. സ്പോർട്സിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. സെക്കൻഡ് ഓണർഷിപ്പ്. 82,000 കിലോമീറ്റർ. ഓക്കെ, നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഓക്കെ, ഇന്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി. ഒരു ക്ലെയിമില്ല. ഉപയോഗിക്കാനും നല്ല നീറ്റ് വണ്ടി. ഓക്കെ, 2013 മാഗ്ന പ്ലസ് ആണ്. സാധാരണ നമ്മൾ ഇറ പ്ലസ് ആണ് കാണാറുള്ളത്. മാഗ്ന പ്ലസ് എത്ര കൊടുക്കാം? നമുക്ക് ഫൈനലായിട്ട് 155 കൊടുക്കാം.
1,55,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. 13 മാഗ്ന പ്ലസ് ആണ്. മാഗ്ന പ്ലസ് ഇറ പ്ലസിൻ്റെ റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് മാഗ്ന പ്ലസ് ആണ്. ഓക്കെ, ഒരു ക്ലെയിമില്ലാത്ത വണ്ടി, ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടും. ലോൺ എത്ര? ലോൺ 140 വരെ കൊടുക്കാം. 140, ഒരു 15,000 രൂപ വണ്ടി ഇറക്കാം. 15,000 മാത്രം കണ്ടാൽ ഇറക്കി കൊണ്ടുപോകാം. അടുത്ത വണ്ടി കൊണ്ടുപോകാം. ഇതാ വീണ്ടും ഒരു i10 ഗ്രാൻഡ്, പക്ഷേ കളർ മാറി. KL 11 രജിസ്ട്രേഷൻ ആണ്, ഗ്രേ കളർ. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2014 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ. 50,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ക്ലീൻ വാഹനമാണ്, മേജർ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നുമില്ല. ഏതാ ഓപ്ഷൻ ഇത്? സ്പോർട്സ് ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ടയർ ഭാഗം നല്ല ടയേഴ്സ് ഉണ്ട്, 4 ടയേഴ്സ് ഉണ്ട് അല്ലേ? ഒരു ക്ലെയിം ഒന്നുമില്ല. കുറച്ച് ടച്ചപ്പ് ഉണ്ടല്ലേ? ബമ്പറിന്റെ കോർ ടച്ച് ചെയ്യാണ്ട് ടച്ച് ചെയ്ത് തരാം. വണ്ടി ഇന്നലെ വൈകിട്ട് എത്തിയിട്ടുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും നല്ലൊരു ക്ലീൻ പീസ് വാഹനം, നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. കോഴിക്കോടുള്ള ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? നമുക്കിത് 3.10 ആണ് ചെയ്യുന്നത്. 3.10 ചെറിയ രീതിയിൽ പണി കൊടുക്കാം. സ്പോർട്സ് ആണോ? സ്പോർട്സിൽ പുഷ് ബട്ടൺ വരുന്ന സ്പോർട്സ് ആട്ടോ. പുഷ് ബട്ടൺ വരുന്നത്. ഓക്കെ, 3.10 ചോദ്യം. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടിയാണ്. ലോൺ ഒരു 2.5 കിട്ടും. 2.80 ലോൺ കിട്ടും. 2.80 കിട്ടും. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടിയാഗോ ആണ്. ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ. ഇത് മാത്രമല്ല, വേറെയും കുറച്ച് വണ്ടികളുണ്ട്. നമുക്കെല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. ഡാറ്റ്സൺ ഉണ്ട്, ഫോക്സ് വാഗൺ വെൻഡോ ഉണ്ട്, സാൻഡ്രോ ഉണ്ട്, അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് അതിലും കോൺടാക്ട് ചെയ്യാം. ഇത് KL 11 കോഴിക്കോട് വണ്ടി തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2018 മോഡൽ ടിയാഗോ XZ 2018 XZ അന്നത്തെ ഫുള്ളല്ലേ? അന്നത്തെ ടോപ്പിൻ്റെ വാഹനമാണ്. എല്ലാം വരും, അലോയ്സ് എല്ലാം ഉണ്ടാവും. കിലോമീറ്റർ എത്ര ചെയ്ത്? 65,000 കിലോമീറ്റർ. 65 നോർമലോട്ടാണ്. സെക്കൻഡ് ഓൺഷിപ്പ് അല്ല? മേജർ ക്ലെയിമുകളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിളാണ്. ഒരു 17 വരെയൊക്കെ റേഞ്ച് മൈലേജ് കിട്ടും. 14 to 17, 15, 16 ആ റേഞ്ച് മൈലേജ് കിട്ടും. ഒരു ക്ലെയിമില്ലാത്ത നല്ലൊരു ടിയാഗോ. 65,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്, 3 സിലിണ്ടർ. വലിയ മെയിൻ്റെനൻസ് ഒന്നും പേടിക്കണ്ടല്ലോ? മെയിൻ്റെനൻസ് വളരെ കുറവാണ്. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഫൈനൽ നെറ്റ് എമൗണ്ട് 390 കൊടുക്കാം. 390. 3,90,000 രൂപയ്ക്ക് 2018 XZ 65,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 3-3.25 ലോൺ കിട്ടും. 370, 360 ലോൺ കിട്ടും. അത്രയും കിട്ടും. ഫുൾ ലോൺ തന്നെ കിട്ടും. ഓക്കെ, ഫുൾ ലോൺ കിട്ടുന്നൊരു ടിയാഗോ ആണ്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫുൾ ലോൺ എപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ട്രാക്ക് എല്ലാം ഡിപ്പെൻഡ് ചെയ്താൽ ഫുൾ ലോൺ കിട്ടും. കാരണം മാത്രമല്ല, നിങ്ങളുടെ ട്രാക്കും കൂടി നോക്കിയിട്ട് ഫുൾ ലോൺ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് ഇവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ ആധാർ കാർഡ്, പാൻ കാർഡ്, സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. ലോണിൻ്റെ ഒരു നമുക്ക് എത്രത്തോളം കിട്ടുന്നുള്ള നോക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തൊക്കെ സിവിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക അല്ലേ? ഇനി ലോൺ എടുക്കുന്നില്ല, അതാണ് ഏറ്റവും നല്ലത്. വെറുതെ പൈസ കഴിഞ്ഞ് നോക്കണ്ട, ലോൺ എടുത്തിട്ട്. അപ്പോൾ ലോൺ എടുക്കുന്നില്ലെങ്കിൽ മാക്സിമം നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റിയുള്ള കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലബ്സിയുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും നമ്പർ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ തന്നെ ആർക്കെങ്കിലും വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ? ഓക്കെ, നല്ല വെടിക്കെട്ട് വിലയുള്ള വണ്ടികൾ വേറെയുണ്ട്. അപ്പോൾ അതിന് ഇവരുടെ കാറ്റലോഗ് നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. സനുബേ, താങ്ക് യു.